യെസ്, ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ട അതിഥിയുണ്ട്. 1992 കലോത്സവ വിജയി. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതേ കലോത്സവം ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരാൾ. പിന്നീട് അതേ കലോത്സവം ടെലിവിഷനിൽ വായിച്ച ആള്. ഇന്നിപ്പോൾ അതേ കലോത്സവം സെക്രട്ടേറിയറ്റിന്റെ അനക്സിന്റെ വിൻഡോയിലൂടെ നോക്കി കാണുന്ന ഒരാൾ. പറഞ്ഞു വരുന്ന ആരെ പറ്റിയാണെന്ന് മനസ്സിലായോ? കാണാം. മിനിസ്റ്റർ വീണ ജോർജാണ് നമുക്കിപ്പോൾ ഉള്ളത്. മിനിസ്റ്റർ, ഒരുപാട് കലോത്സവ ഓർമ്മകൾ ഉണ്ടാവുന്ന ഉറപ്പാണ്. കാരണം ഈ വേദി കാണുമ്പോൾ ആർക്കും ഒരു തവണയെങ്കിലും ഇതുവഴി വന്നുപോയ ആളുകൾക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. എനിക്ക് മിനിസ്റ്റർ ഓർമ്മകളാണ് അറിയേണ്ടത്. ആദ്യമേ നന്ദി. കാരണം ഈ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയതിൽ തീർച്ചയായിട്ടും എൻ്റെ അനക്സ് 2-ൽ 7ാം നിലയിലാണ് എൻ്റെ ഓഫീസ്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ആ ലൈറ്റ് കാണുന്ന ഇടത്ത് നിന്ന് എൻ്റെ റൂമിൽ നിന്ന് ജനൽ തുറക്കുമ്പോൾ ഈ പ്രധാന പന്തലാകാം. ഇവിടെ പന്തൽ ഉയർന്ന സമയം മുതൽ അക്ഷരാർത്ഥത്തിൽ നമുക്ക് വേറൊരു മാനസികാവസ്ഥയിലാണ്. കാരണം സ്കൂൾ ജീവിതം എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി കലോത്സവങ്ങളാണ്. 92 സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മോണാക്ടിൽ 1ാം സ്ഥാനം കിട്ടുമ്പോൾ അവസാന ദിവസം നമ്മുടെ 1ാം സ്ഥാനം കിട്ടിയ പെർഫോമൻസൊക്കെ പ്രധാന വേദിയിൽ അവതരിപ്പിക്കും. അപ്പോൾ ഞാൻ ആദ്യത്തെ പെർഫോമൻസ് UV മഞ്ജുവിൻ്റേതായിരുന്നു. UV മഞ്ജു എന്ന് പറയുന്നത് മഞ്ജു വാര്യർ. അപ്പോൾ ഈ കർട്ടൻ്റെ പുറകിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഈ ചിലങ്ക അണിഞ്ഞ പാദങ്ങൾ ഇങ്ങനെ നൃത്തം ചെയ്യുമ്പോൾ അന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അസാധാരണമായിട്ടുള്ള പെർഫെക്ഷൻ. പിന്നെ വളരെ ഭംഗിയോട്ട് ഒരു കൊച്ചുകുട്ടിയാണ് ഇതിൽ ചെയ്യുന്നത്. ഞാനന്ന് 10ാം ക്ലാസ്സിലാണ്. അത് കഴിഞ്ഞായിരുന്നു എൻ്റെ മോണോ ആക്ട്. പിന്നെ ജില്ലാ തലങ്ങളിലൊക്കെ നൃത്ത ഇനങ്ങളും കുറച്ച് നാൾ ക്ലാസിക്കൽ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് നാടോടി നൃത്തം വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഘനൃത്തത്തിൽ ഭാഗമാകും. അങ്ങനെ എല്ലാത്തിലും ഒന്ന് കൈവച്ച് നോക്കി എല്ലാത്തിലും പങ്കെടുക്കുന്നത് ഓർമ്മയുണ്ട്. അന്ന് മോണാക്ട് എന്ത് തീമായിരുന്നു ചെയ്തതെന്നൊക്കെ ഉറപ്പായിട്ടും ഓർമ്മയുണ്ട്. പക്ഷെ ചോദിക്കരുത്. ഇപ്പൊ ചെയ്യാൻ പറ്റില്ലെന്നല്ലേ? അല്ല, അതുകൊണ്ടല്ല. നന്നായി പാട്ട് പാടുന്നു ഞാൻ കേട്ടിട്ടില്ല. നമ്മൾ ഒരുപാട് കലാകാരികളുടെയും കലാകാരന്മാരെ ഇടയ്ക്ക് നിർമ്മിക്കുമല്ലേ. അതുകൊണ്ട് അതുകൊണ്ട് മാമിന്റെ ഒരു മറ്റൊരു അവസരത്തിൽ തീർച്ചയായിട്ടും. പക്ഷേ എന്തായാലും മാം അങ്ങനെ മെല്ലെ അങ്ങനെ നൈസായിട്ട് ഊരിക്കൊണ്ടിരിക്കുകയാണ്. ശരി, നമ്മൾ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം മാമിന്റെ മക്കൾ 2 പേരും കൂടെ ഉണ്ട്. അന്നയും ജോസും ഉണ്ട്. അന്ന, എങ്ങനെയാണ് മന്ത്രിയായ അമ്മ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? അല്ല, നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അങ്ങ് നിൽക്കും. ഏകദേശം മോഡറേറ്റ്. അതായത് ഒരു ചിൽ വൈബാണോ അതോ ചില്ലാണ്? ഓക്കെ, മറ്റേ തന്ത വൈബിലേക്ക് പോയിട്ടില്ല. ജോസഫിന് എങ്ങനെയാ പറയുന്നത്? അമ്മ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തോന്നാറുണ്ടോ? കുറെ കാര്യത്തിലൊക്കെ റെസ്ട്രിക്ഷൻ ഒക്കെ വെക്കാറുണ്ടോ? റെസ്ട്രിക്ഷൻ വെക്കാറുണ്ട്. ഉണ്ടല്ലേ? ഏത് കാര്യത്തിനാ? പറഞ്ഞ ഒന്നും പേടിക്കാനില്ല. നോക്കണ്ട പുറത്തു പോകുമ്പോ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പുറത്തു പോകുമ്പോ ചോദിക്കണം. അത് പിന്നെ പറഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞിട്ട് പോകുന്നതാണല്ലോ. അതിന് അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് പോട്ടെ, നമുക്ക് വിട്ടേക്കാം. എനിക്ക് ഇനി അറിയേണ്ടതേ ഏതാ, മാമിന്റെ അമ്മയുണ്ട്. ഇനി ഒരുപാട് രഹസ്യങ്ങൾ നമ്മൾ അറിയാൻ പോകുന്നത് ഇവിടെ നിന്നാ. മാം, ഞങ്ങൾക്ക് അറിയേണ്ടതേ വീണ എന്ന കുട്ടി, ആ കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ഹൈസ്കൂൾ ലെവല് +2 ഒക്കെ വന്ന, പ്രീ ഡിഗ്രി ലെവലൊക്കെ പഠിച്ച. അതെനിക്ക് വേണ്ട, എനിക്ക് ഇവിടെ നിന്നാ കേൾക്കേണ്ടത്. എങ്ങനെയായിരുന്നു? ഒന്ന് പറഞ്ഞോട്ടെ. എന്നിട്ട് വീണയെ പറ്റി പറയുവാണെങ്കിലേ അതൊരു എല്ലാ മേഖലകളിലും കൈവച്ച ഒരു കുട്ടി എന്നേ പറയാൻ പറ്റും. നല്ല കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. ഞാൻ പറയാം. അമ്മ ഒറ്റവാക്കി പറയാൻ പോകുന്ന കാര്യം എന്നറിയോ? 6 മാർക്ക് ഇപ്പം കുറഞ്ഞെന്ന് വിചാരിച്ചോ? അതിൽ കുറഞ്ഞത് പേപ്പർ കിട്ടുമ്പോഴല്ല, ഈ പരീക്ഷ എഴുതിയിട്ട് തിരിച്ചു വരുമ്പോൾ ഫസ്റ്റ് പേപ്പറെല്ലാം നോക്കുമല്ലോ. അപ്പോൾ 6 മാർക്ക് കുറഞ്ഞെങ്കിൽ കിടന്ന് കരയുന്ന കുട്ടിയെ നിലത്ത് വീണ്. ഈ ഭക്ഷണ കാര്യങ്ങളൊക്കെ നിർബന്ധമുണ്ടോ? വന്ന ഇത് കഴിക്കണം അത് കഴിക്കണം അങ്ങനെ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അമ്മമാര് നല്ലതേ പറയുള്ളൂ. കേട്ടോ, നല്ലതേ പറയുള്ളൂ. പക്ഷെ പിടിച്ച് എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ എന്തോ ചില രഹസ്യങ്ങൾ പുറത്തു വരാനുണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ നമുക്കൊരു ജാളിയുണ്ട്. അത് വേണ്ടെന്ന് വെച്ചിട്ടാണല്ലേ? ഈ കലോത്സവ വേദിയിൽ നിൽക്കുമ്പോഴേ
ഇവരെ ചെറുപ്പത്തിൽ കൊണ്ടുപോയതൊക്കെ ആ ഓർമ്മകളാണ് എനിക്ക്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് അതൊക്കെയാണ് ഓർക്കുന്നത്. കാസർഗോഡും തിരൂരും ഒക്കെ പോയി. അപ്പൊ അമ്മ കൂടെ പോവായിരുന്നു? പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ കുടുംബസമേതമാണ് പോകുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും ഒരു ഫാമിലി ഓർമ്മയാണല്ലേ? മാമിന് മാത്രല്ല, ഒരു കുടുംബത്തിന് മൊത്തം ഓർമ്മയാണ്. തീർച്ചയായിട്ടും എൻ്റെ അച്ചാച്ചൻ വന്നത് സമ്മാനം കിട്ടി കഴിഞ്ഞ് അവസാന ദിവസം സമ്മാനദാനം കാണാൻ വേണ്ടിയിട്ട് വന്ന. മറ്റേത് അമ്മയും എൻ്റെ അച്ഛൻ്റെ പെങ്ങളും മോളിയൊക്കെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അമ്മയും മോളിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്ന കൂടെ. അവരുടെ ആയിരുന്നു എല്ലായിടത്തും. പിന്നെ മാം ഒരു റിപ്പോർട്ടറായി അങ്ങനെ അത് റിപ്പോർട്ട് ചെയ്തപ്പോഴും അത് വേറെ എക്സ്പീരിയൻസ് അല്ലേ? ഓ തീർച്ചയായിട്ടും. ഞാൻ നമ്മുടെ നവ്യയും അമ്പിളിയും ആ സമയത്താണ് 96 എനിക്ക് കറക്റ്റ് ഓർമ്മ. 96 അല്ല അതും കഴിഞ്ഞിട്ടാ. 2001. കാരണം ഞാൻ 99 PG കഴിയുന്നത്. അപ്പോൾ PG കഴിഞ്ഞിട്ട് ഞാൻ കൈരളിയിൽ ഒന്ന് ചാനൽ ജോയിൻ ചെയ്ത് അപ്പോഴാണ്. അപ്പോൾ 2001. അപ്പോൾ ആ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ അതാണ് സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ റിപ്പോർട്ട് ചെയ്തതിൻ്റെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ എല്ലാവരും. പിന്നെ അതിന് ശേഷം തീർച്ചയായിട്ടും ഒരുപാട് കലോത്സവങ്ങൾ നമ്മൾ ന്യൂസ് റൂമുകളിലും ഇരുന്നും അല്ലാതെയും ഒക്കെ കുറേ സ്റ്റോറീസ് ചെയ്യുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മാം ജോസഫിന്റെ പരാതി ഒന്ന് പരിഗണിക്കണം. അവൻ പുറത്ത് പോകുമ്പോൾ എവിടെ പോവാന്ന്. പുറത്ത് പോകുമ്പോൾ അമ്മ ഇങ്ങനെ സമയം റെസ്ട്രിക്ഷൻ ഒക്കെ വെക്കുന്നതേ. അപ്പോൾ അതെ, എല്ലാ അമ്മമാരും അങ്ങനെയാണ് ജോസഫേ. അത് നമുക്ക് അങ്ങനെയാണ്. അമ്മമാർക്ക് കൈവിട്ട് പോവോ പിടിവിട്ട് പോവോ എന്നൊരു പേടിയാ. അതുകൊണ്ട് ഒന്ന് അടുക്കി പിടിച്ച് വെക്കുന്നതാ. അപ്പൊ താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു സോ മച്ച്. എന്തായാലും കുറെ ഓർമ്മകളുണ്ട്. താങ്ക് യു. എനിക്ക് പക്ഷെ പാട്ട് പാടി തരുന്ന ഞാൻ പ്രതീക്ഷിച്ചു. മറക്കരുത്, പ്രോമിസ്. ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അതെയല്ല. താങ്ക് യു മിനിസ്റ്റർ. അമ്മ താങ്ക് യു. ഓക്കെ, അപ്പോൾ ബൈ ബൈ.